പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. VHSC ഒന്നാം വർഷ പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെൻറ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സൈറ്റിലെ ഈ ലോഗിൻ ചെയ്യാനുള്ള ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായി മൊബൈൽ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ നമ്പറല്ല, സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പറാണ് വേണ്ടത്. പാസ്വേഡ് നൽകുക. ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് മറന്നുപോയിട്ടുള്ളവർ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അറിയുന്നതിനായി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് കാണാം. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. ഇവിടെ അലോട്ട്മെൻറ്റ് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്, ഏത് സ്കൂളാണ്, ഏത് കോഴ്സിനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതുപോലെ ഏത് കാറ്റഗറിയിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണുവാൻ സാധിക്കും. ഇവിടെ താഴെയായി ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ലിങ്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇത് അഡ്മിഷൻ സമയത്ത് ആവശ്യമുള്ളതാണ്. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അറിയുന്നതിന് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആദ്യ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ മുകളിലുള്ള ഓപ്ഷനുകളുടെ നിങ്ങളുടെ റാങ്ക് നിലവാരം അറിയുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആദ്യ ഓപ്ഷൻ ലഭിച്ചിട്ടില്ല, നിങ്ങൾക്ക് താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻ്റെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഒരു അനുമാനത്തിലെത്തുവാൻ അത് പരിശോധിക്കുക നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ആ കോഴ്സിൽ ലാസ്റ്റ് അലോട്ടഡ് റാങ്ക് കാണിക്കുന്നുണ്ട്. അത് നോക്കി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അലോട്ട്മെൻ്റ് അനുസരിച്ച് നിങ്ങളുടെ റാങ്കും ആ കോഴ്സിലെ അലോട്ടഡ് ലാസ്റ്റ് റാങ്കും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി ലാസ്റ്റ് അലോട്ടഡ് റാങ്ക് എന്നുള്ളത് കാണാം. ആ കോഴ്സിലെ അലോട്ടഡ് റാങ്കിലെ ലാസ്റ്റ് നിലവാരം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ റാങ്കുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കുവാനായിട്ട് സാധിക്കും. രണ്ടാം അലോട്ട്മെൻറ്റ് പ്രകാരം ജൂൺ 11 ബുധനാഴ്ച വൈകിട്ട് 4 മണി വരെയുള്ള സമയമാണ് അഡ്മിഷൻ എടുക്കുന്നതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന സ്കൂളിൽ കോഴ്സിൽ പ്രവേശനം നേടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാം അലോട്ട്മെൻറ്റ് പ്രകാരം താൽക്കാലിക പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടാം അലോട്ട്മെൻറ്റിൽ അവരുടെ അലോട്ട്മെൻറ്റ് മാറി വന്നു, അത് സെയിം സ്കൂളിൽ തന്നെ, അതേ സ്കൂളിൽ തന്നെ വേറെ കോഴ്സായിട്ട് മാറി വന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്ക്രീനിൽ കാണുന്ന റെസിപ്റ്റുമായി ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി പുതിയ കോഴ്സിലേക്ക് നിങ്ങൾ പ്രവേശനം നേടേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുഖ്യ അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് കൂടി ഉള്ളതിനാൽ ഈ പ്രാവശ്യവും നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ലഭ്യമായിട്ടില്ലെങ്കിൽ ആവശ്യമെങ്കിൽ താൽക്കാലിക അഡ്മിഷനിൽ തന്നെ നിൽക്കുവാനുള്ള അവസരമുണ്ട്. ഈ പ്രാവശ്യവും ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടാം. അതുപോലെ സ്ഥിരപ്രവേശനം, താൽക്കാലിക പ്രവേശനം, സെലക്റ്റീവ് ഓപ്ഷൻ ഡെലീഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്നാം അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുപോലെ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് അതിനെക്കുറിച്ചും വിശദമായിട്ട് ഒന്നാം അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ, ഈ സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഔട്ടാകും. ഇനി അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല എങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. താൽക്കാലിക അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ അലോട്ട്മെൻറ്റിലും അവരാഗ്രഹിച്ച കോഴ്സ് കിട്ടാത്തവരും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും നിരാശരാകേണ്ട കാര്യമില്ല. അടുത്ത അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇത്രയും വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ തന്നെ പ്രവേശനം കിട്ടട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.